കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയും വറുത്ത് കോരിയ നമ്മുടെ ഇറച്ചിക്കറി കേട്ടോ, കോഴി ഇറച്ചിട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാനൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാൻ നമുക്ക് അളന്നിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് 1 ഗ്ലാസ് അരി കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് നമ്മൾ എപ്പോഴും നമ്മൾ 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1.25 ഇത് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 ഗ്ലാസ് ആയി. നമ്മൾ എത്രത്തോളം നമ്മൾ അരി എടുക്കണേന് അതിന്റെ ഇത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇത് 4 ഗ്ലാസ്സായി. ഞങ്ങൾ ഇവിടെ എന്താ പറയാ 1.5 കിലോ അരിക്കൊക്കെയാണ് ഞങ്ങൾ ബിരിയാണി വെക്കുക. കാരണം ഞങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ട്. പിന്നെ പുതിയ വിശേഷം എന്ന് പറയാൻ നമ്മുടെ ഇഷാനും ഇലാനും ക്ലാസ്സിൽ പോയി തുടങ്ങി. ഇലാൻ ഈ വർഷം LKG, ഇഷാൻ ഈ വർഷം UKG, പിന്നെ കുഞ്ഞിക്ക് പിന്നെ നീറ്റിന്റെ ഇതിന് പോവാണ്. അങ്ങനെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ മഴയൊക്കെ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനേ അളക്കാറില്ല. ഞാൻ ബിരിയാണി വെക്കുമ്പോൾ എനിക്ക് കൈയളവും വെള്ളത്തിന്റെ ഒരു കണക്കാണ്. പക്ഷെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അളന്ന് പറയണതാ കേട്ടോ. അപ്പൊ നമുക്കിത് കഴുകി വാരി നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഇത് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എന്താണെന്നറിയോ, വറക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ മസാല ഇടുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടും. അപ്പോൾ ഒരു 1.5 സ്പൂണ് ഇതിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇത്തിരി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1.5 സ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ ഓൾറെഡി നമ്മൾ അതിലേക്ക് മസാല നമ്മൾ പിടിപ്പിക്കുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് അത്ര ഇട്ടാൽ മതി. ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാനുണ്ടല്ലോ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി പേസ്റ്റ് ആക്കി വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ഇതിപ്പോൾ 2 കിലോ ചിക്കനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് അത്ര വേണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു എന്താ പറയുക 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായി കൂട്ടി മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കണം. അപ്പോഴാണ് അത് വറുക്കാനായിട്ട് ടേസ്റ്റ് വരുള്ളൂ. അത് നമുക്ക് കുറച്ച് നേരം ഇത് നന്നായി കൂട്ടി ഇതായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നമ്മളിത് എന്താ പറയുക ഫ്രീസറിൽ വെക്കണവർക്ക് വെക്കാം, എന്ത് വേണം ചെയ്യാം. അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം അരമണിക്കൂറോ 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ചിക്കൻ വറക്കണേൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ടൈം അനുസരിച്ച് വെക്കുക. ഞാനൊരു 15 മിനിറ്റ് ഒന്ന് വെക്കണുള്ളൂ. കാരണം എനിക്ക് പെട്ടെന്ന് വേണം, അതുകൊണ്ടാണ് ഞാൻ വേഗം ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്കൊരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ തിളച്ച് വരുമ്പോഴേ നമ്മുടെ ഇങ്ങനത്തെ ചട്ടിയാവുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അടി പിടിക്കില്ല. പക്ഷെ ഞാൻ ഈ ചട്ടിയിലാണ് ഇന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടി പിടിക്കാണ്ടിരിക്കാനാണ് ഞാൻ ആദ്യം ഫസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയണത് പണ്ടത്തെ കാരണന്മാരെ കുറേ അടി പിടിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ട്രിക്ക്. അപ്പം നമ്മൾ ഇത് മസാല ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നോരോന്ന് നമുക്കതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കറി ഇത് ഉണ്ടാക്കാൻ പോകുമ്പോഴേ നമ്മൾ അധികം വറുത്തെടുക്കരുത്. അല്ല, അപ്പം നമുക്ക് കറിക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പം നമ്മളൊരു മീഡിയം ഇതിൽ നമ്മളിത് വറുത്തെടുത്താൽ മതി കേട്ടോ. പിള്ളേർ കഴിക്കണമെങ്കിൽ ഇടയ്ക്ക് പിള്ളേർ ഇങ്ങനെ കഴിക്കാൻ വരാണെങ്കിൽ നിങ്ങൾ അവർക്കുള്ള പീസ് നിങ്ങൾ വറുത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എന്തോരം കൊള്ളും അതനുസരിച്ച് നമ്മളതിൽ വെച്ച് കൊടുത്താൽ മതി. ഇത് എനിക്ക് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പം നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും അറിയായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങളും ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടമാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഉള്ളൂ ഇതുപോലെ വെച്ച് അത്ര ഓവർ തീയിലിടണ്ട കേട്ടോ. ഒരു മാക്സിമം നമ്മൾ കുറച്ച് തീയിലിട്ട് ഇതാക്കുകയാണെങ്കിൽ അത് അത്രയ്ക്കും നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഇത് ചിക്കന് മറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പം അത് അധികം മുരിക്കണ്ട, മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രേവിയിൽ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്കത് കോരി മാറ്റാം കേട്ടോ. നമുക്കേ അധികം വറവായി കഴിഞ്ഞാൽ പിന്നെ ആ മസാലയിൽ കിടക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനത് ഇതിങ്ങനെ മാറ്റി തന്നു.
പെട്ടകം ചെറുതെടുത്തത്, അത് കാരണമാണ്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ അതിലേക്ക് അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് വീണോളും. അപ്പോൾ നമ്മൾ ഏത് വറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ടിടുന്നില്ല. നമുക്ക് സ്പേസ് ഉണ്ട് ഈ പാത്രത്തിൽ, അത് കാരണം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ നമുക്ക് സബോള വറ്റാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ വെളിച്ചെണ്ണ വേറെ വേസ്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് അതും കൂടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഈ വറുത്ത് കോരിയ വെളിച്ചെണ്ണ നമ്മൾ പിന്നീട് ഉപയോഗിക്കാതിരിക്കുക എല്ലാവരും കേട്ടോ. അതപ്പം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഈ വെളിച്ചെണ്ണയില്ലേ, ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ വേറെ വെളിച്ചെണ്ണ നമുക്ക് എടുക്കണ്ടല്ലോ. ഈ സബോള ഞാനൊരു 6-7 സബോള എടുത്തിട്ടുണ്ട്, എന്നാലേ നമുക്ക് അതിന് ഗ്രേവി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വേണം, ആ സബോള വേണം. നിങ്ങളുടെ എന്താ പറയുക, ആദ്യം ഒന്ന് കുറച്ച് തീയിലിട്ടിട്ട് വഴറ്റിക്കോളൂ. കാരണം നമ്മൾ ഇത് ചിക്കൻ വറുത്തപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിയൊന്നും പിടിക്കില്ല. ഇത് നമ്മുടെ മസാല ഒന്ന് ഇളകി പോരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒന്ന് ചെറുതീയിലിട്ടിട്ട് സബോള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇവിടെ ഇത് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചാൽ ഒരു തക്കാളി എടുത്തോക്കണം, അത് വലിയ തക്കാളി ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പുളിരസമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ 2 തക്കാളിയോ 1 തക്കാളിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഉപയോഗിച്ചോ കേട്ടോ. ഞാൻ അപ്പോൾ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടോ വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ വറുത്തപ്പോൾ 2 മറ്റേ ചിക്കനിലിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ്, ചിലർക്ക് ഈ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടാവില്ല. എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമില്ല മല്ലിയില, അതുകൊണ്ട് ഇപ്പോഴിട്ട് ഇതിൽ വഴറ്റി കഴിഞ്ഞാൽ അവൾ അറിയില്ല. അപ്പോൾ വെന്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ആ പച്ചനിറം കാണുമ്പോൾ അവൾക്ക് ഇതിൽ മല്ലിയില ഇട്ടിട്ടുണ്ടല്ലേ എന്നറിയും. പണ്ട് ഞാനും ചെറുപ്പത്തിലൊന്നും എനിക്ക് മല്ലിയിലയുടെ ഒരു മണം എനിക്കിഷ്ടമില്ല, അത് കാരണം കേട്ടോ. അപ്പോൾ അതേ സ്വഭാവം എൻ്റെ മോൾക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നന്നായി വഴണ്ടി വരട്ടെ കേട്ടോ. സബോള വഴണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇട്ടാൽ മതി. കുറച്ച് നമ്മുടെ ഈ റൈസ് വേവിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുകയും, അപ്പോൾ അതിന് കുറച്ച് നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. കേട്ടെ, അതിനിടയിൽ കൈ കഴുകാനൊന്ന് പോയതാ, കൈ കൊണ്ടിട്ട കാരണം സ്പൂണ് വശമില്ല. കുക്കിങ്ങിൽ സ്പൂണ് ഇട്ടിട്ടുള്ള പരിപാടി കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റൊക്കെ കൂടി നല്ലോണം അതങ്ങോട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ പരട്ട് പോലെയൊക്കെ വെക്കില്ലേ, പല ഭാഷയാണ് ഞങ്ങളൊക്കെ. ഞാൻ പറയണത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയുണ്ടാവില്ലായിരിക്കും. പല ഭാഷകളും പലയിടത്തും ഭയങ്കര വ്യത്യാസമല്ലേ. ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ചേച്ചിയുണ്ട്, രമ ചേച്ചി എന്നാണ് പേര് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസമൊക്കെ റൂമിൽ. അപ്പോൾ ആ ചേച്ചി തിരുവനന്തപുരം സ്റ്റൈലിൽ കറിയൊക്കെ വെക്കും. അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിപ്പോഴും രമേച്ചിനെ ഓർക്കുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആലോചിക്കും. അവർ മീൻ കറിയിൽ മുരിങ്ങക്കായ ഇട്ട് വെക്കും തിരുവനന്തപുരം സ്റ്റൈലിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേച്ചിനെ ഓർക്കാം. ഇപ്പോൾ അവിടുന്ന് പോകുന്ന പിന്നെ ചേച്ചിനെ കാണാറൊന്നുമില്ല. ഇപ്പം ഞാനിങ്ങനെ കറികളുടെ കാര്യം ആലോചിക്കുമ്പോൾ ചേച്ചിയുടെ കറികൾ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരാം. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കുത്ത് പോകണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം പോകണം. ഞാൻ ഓൾറെഡി ഫസ്റ്റ് സബോള അതാണ് വഴറ്റിയത്. ചിലപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഈ പാത്രം അടി പിടിക്കും. ഇപ്പോൾ കണ്ടോ അടി പിടിക്കില്ല. അപ്പോൾ നോൺ സ്റ്റിക്ക് പോലെയില്ലേ ഇപ്പോൾ അപ്പോൾ അതിങ്ങനെ നന്നായി വഴണ്ട് വരട്ടെ കേട്ടോ. ഹായ്, പൂച്ച അവിടെ നിന്ന് ഹലോ. പൂച്ചയ്ക്ക് കൊടുത്തതാട്ടോ ചിക്കൻ വറുത്തപ്പോൾ. അപ്പോൾ ഞാൻ ഇതിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ചിക്കൻ മസാല, ഇത് പിന്നെ കുരുമുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതില്ലേ
മല്ലിപ്പൊടി നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ചിക്കനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ, ഞാൻ വെക്കണ പോലെ. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഇതാക്കിക്കോളൂ. അപ്പോൾ തീ കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് പച്ചമണം പോണ വരെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഉണ്ട് ഇപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഇതിലേക്ക് മസാലയിലേക്ക് പിടിച്ചിനി ആ എണ്ണ ഒന്ന് തെളിയണ വരെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാട്ടാ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചോ, എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒഴിച്ചു കൊടുത്തു നോക്കിക്കോളൂ, ഞാൻ വെക്കുന്ന പോലെ തന്നെ വെച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ മസാലയിലേക്ക് ആ അണ്ടിപ്പരിപ്പിൻ്റെ അത് പിടിക്കട്ടെ. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ അണ്ടിപ്പരിപ്പ് അരച്ചതിൻ്റെ മസാലയിലേക്ക് ഉണ്ടല്ലോ അത് നല്ലോണം പിടിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വരും. അല്ലെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാവും. നമ്മൾ സ്റ്റൂ ഒക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചിക്കൻ വയ്ക്കുമ്പോഴും ചിലവർ അരച്ച് ചേർക്കില്ലേ, ചിലപ്പോൾ അതിലിങ്ങനെ വറുത്തിടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതേ ചിക്കൻ വറുത്ത് കോരി വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവി ഇപ്പോൾ കുറവായതിന് നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ച് ചൂടുവെള്ളമില്ലേ, ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചോളാം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത് ഒരിക്കലും കേട്ടോ. ചൂടുവെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. വേണ്ടോ നമ്മുടെ മസാലയൊക്കെ ഇതിലേക്ക്. ചിലവർക്ക് ഇങ്ങനെ തന്നെയാവും ടേസ്റ്റ്, വെള്ളം എന്താ പറയുക ചൂടുവെള്ളം ഒന്നും ഒഴിക്കില്ല. പക്ഷേ നമുക്ക് ഈ മസാലയിൽ കിടന്ന് നമ്മുടെ ചിക്കൻ കുറച്ച് നേരം നമുക്ക് ഇത് കിടന്ന് വേവണം. അപ്പോഴാണ് നമുക്കതിന് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ അരച്ച് വെച്ച അതിലേക്കാണ് ചൂടുവെള്ളം ഒഴിച്ചത് കേട്ടോ. ചൂടാറി അപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ചത്. അപ്പോൾ നമുക്കിതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രേവി എന്തോരം കുറവുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ അപ്പോൾ കണ്ട പിന്നെ നമ്മുടെ ഈ ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ ചിക്കൻ കുറച്ച് മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ പിന്നെ നിങ്ങൾ ഉപ്പ് നോക്കിക്കോളൂ കേട്ടോ. ഉപ്പ് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വേണ്ടോ നമ്മുടെ ഈ ചൂടുവെള്ളം വെച്ചതൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി വേണ്ട നമുക്ക്, അല്ലെങ്കിൽ വറുത്തതാവുമ്പോൾ നമുക്ക് റൈസിലേക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഇതായി. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പുണ്ടോന്ന്. ഉപ്പ് കുറവാ, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ്, എന്നിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം നമ്മുടെ ഈ ചിക്കൻ ഇതിൽ കിടന്നൊന്ന് ആവട്ടെ കേട്ടോ. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും ഇന്ന് നെയ്യ് കുറവാണ്. നമ്മൾ സബോള വറുത്തെടുക്കാനായിട്ടാ. സബോളയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി വെളിച്ചെണ്ണ വെക്കുക. ഇത് ഞാൻ കണ്ടോ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണ കേട്ടോ. നമ്മളതും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ സബോള വഴറ്റണത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ കാഷ്നട്ട് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ എടുത്തോ കേട്ടോ കാഷ്നട്ട്. അതിന് മുകളിലേക്ക് ഇടയിൽ കടിക്കണവർക്ക് ഈ പിള്ളേർക്കൊന്നും ഈ കടിക്കണ സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. ഇടയിൽ അവരതെന്ത് ചെയ്ത് പറക്കി വയ്ക്കും ഇല ബിരിയാണിയിൽ നിന്ന് ഒരു സൈഡിലേക്ക് പാത്രത്തിലേക്ക്. പക്ഷേ നമുക്കൊക്കെ ഇത് എന്താ പറയുക കാഷ്നട്ട് കടിക്കണതൊക്കെ ഇഷ്ടമല്ലേ, ഇങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഞാൻ നന്നായി ഇടാറുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ഇടണുള്ളൂ, കുറച്ച് മതി വിചാരിച്ച്. അണ്ടിപ്പരിപ്പുണ്ട്, ജൂഷേട്ടൻ കൊണ്ടുവന്നതുണ്ട്. ആൾ വരുമ്പോൾ ബദാം അണ്ടിപ്പരിപ്പൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതെടുത്ത് വയ്ക്കും. പിള്ളേർക്ക് അണ്ടിപ്പരിപ്പ് ഇഷ്ടമൊന്നുമില്ല, ബദാമും പിസ്ത ഇഷ്ടമാണ്. ഇഷാനാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതിൻ്റെ കൂടെ ഈ എന്താ പറയുക അണ്ടിപ്പരിപ്പ് മൂത്തതിന് ശേഷം നമ്മുടെ ഈ മുന്തിരി ഞാൻ കുറച്ച് ഇടണുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അധികമൊന്നും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും നമുക്ക് കിട്ടില്ല. തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ കറുപ്പ മുന്തിരിയല്ല ഉപയോഗിക്കുന്നത്. കണ്ട നമ്മുടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്താ പറയുക മഞ്ഞക്കളർ പോലത്തെ മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ഒരു 3 സബോള കേട്ടത്, ചെറിയ സബോള. അപ്പോൾ സബോള ഈ 3 നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ഇതായി വരട്ടെ കേട്ടോ. ഇഞ്ചിയുടെ പേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലല്ലോ, ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയും കൂടി അരച്ച് കുറച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ നെയ്യിലും വെളിച്ചെണ്ണയിലും കിടന്നൊന്ന് ഇതാവട്ടെ കേട്ടോ. ഓയിൽ യൂസ് ചെയ്യേണ്ടവർക്ക് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ കണ്ടോ നമ്മുടെ ക്യാരറ്റ് കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണവരുണ്ട്, ഗ്രാമ്പൂ പട്ടയൊക്കെ. ഞാൻ ഇതിൽ തന്നെ ഇട്ട് മൂപ്പിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ വെള്ളം 9 ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ നമ്മൾ എന്താ പറയുക കണ്ടോ പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇതൊക്കെയുണ്ട്. പിന്നെ അതിൽ കണ്ടോ നമ്മുടെ ഏലക്കയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിലർ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ കിടന്നിട്ട് അതിങ്ങോട്ട് മൂക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കിടന്ന് നന്നായി മൂക്കട്ടെ കേട്ടോ. അധികം മൂക്കണ്ട, കരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ പട്ടയും ഗ്രാമ്പും. അപ്പോൾ കണ്ടോ ഞാൻ ഓൾറെഡി നമ്മുടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇത് ഞാൻ 9 ഗ്ലാസ് അളന്ന് വെച്ച് ഒഴിച്ച് തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് വേഗം റെഡിയാവും, എളുപ്പമാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് നമ്മൾ ഇത് ഒഴിക്കുക കണ്ടോ, വെള്ളം നമ്മൾ നന്നായി വയ്ക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമാണ് എന്ത് ഇതിന് നമുക്ക്, അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കത് തിളച്ച് വരണ വരെ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊന്ന് നന്നായി ഇതായി സെറ്റായി വരട്ടെ കേട്ടോ. വീട്ടിലുണ്ടായ മറ്റേ മണമുള്ള ഇലയില്ലേ, അത് നമ്മൾ ഇതിൽ രണ്ടെണ്ണിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം തിളച്ചു, അപ്പോൾ നമുക്ക് അതിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചിലർ അരി ഇട്ടതിന് ശേഷം ഉപ്പിടാം. അപ്പോൾ ഞാൻ ഇത്തിരി റൈസിൽ ഉപ്പ് നോക്കിയിട്ട് അരി വെള്ളത്തിലേക്ക് കൂടി ഇട്ടാലാണ് നമ്മുടെ ചോറിന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക റൈസ് എടുത്തിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ എന്താ പറയുക അരി കഴുകി വാറ്റാൻ വെച്ചതാട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ എന്താ പറയുക ഈ വീഡിയോ എടുക്കണ കാരണം എന്താ പറയുക നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ അളവൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഈ വെള്ളം നമ്മുടെ റൈസിനേക്കാളും എന്താ പറയുക കണ്ടോ ഇങ്ങനെയാണ് ഞാൻ വെള്ളം നിൽക്കുക. ഇങ്ങനെ ഈ നമ്മുടെ റൈസിന് മുകളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളും അങ്ങനെ നമ്മളൊക്കെ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ പൊടിക്കൈകളല്ലേ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് ഇതായി വരട്ടെ കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് അതൊന്ന് തിളച്ച് വരട്ടെ, മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് നോക്കട്ടെ നമുക്ക്, ഞാൻ വെള്ളത്തിൽ കൂടെ ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോഴേ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചിട്ട് എടുക്കണത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് കിടന്ന് ഇനി നമുക്കേ തീ കുറച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ കിടന്നത് ഇതാവട്ടെ. അപ്പം തീ കുറച്ച് വേവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റൈസ് കണ്ടോ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നു. അപ്പോൾ ഞാനിത് ദമ്മിടാൻ പോവാം. നമ്മുടെ സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഇടണില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റാണ് ചിക്കൻ ഞാൻ കഴിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് തീ എടുത്തിട്ട് നമുക്ക് ദമ്മിടാം. നമുക്ക് ദമ്മിടാനായിട്ട് നമ്മുടെ ഈ പേഴ്സണിലേക്ക് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ എന്നിട്ട് ഇത് അല്ലാതെ അങ്ങോട്ട് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ എസൻസ് വേണ്ടവർക്ക് എസൻസ് ഒഴിക്കുക. അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മുടെ പൈനാപ്പിൾ ഉണ്ട്. അപ്പോൾ ഞാൻ പൈനാപ്പിളാണ് എന്താ പറയുക പൈനാപ്പിൾ എസൻസ് ഞാൻ ഒഴിക്കണില്ല, നമ്മുടെ വീട്ടിലേക്കല്ലേ. വേണമെങ്കിൽ നിങ്ങൾ മണത്തിന് വേണമെങ്കിൽ നിങ്ങൾ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒഴിച്ചോട്ടോ. അപ്പോൾ ഞാൻ മല്ലിയിലും പുതിനയിലും നമ്മളിതിലേക്ക് കുറേശ്ശെ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കാഷ്നട്ടും നമ്മുടെ കണ്ടോ സബോള കണ്ടോ അതിൽ അത് നമുക്ക് കുറേശ്ശെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എന്തോരം ചിലവർക്ക് അധികം അങ്ങനെ കടിക്കണമെന്ന് ഇഷ്ടമില്ലായിരിക്കും. പക്ഷെ നമ്മൾ വറുത്ത് വെച്ചതൊക്കെ നമുക്ക് ഇതേപോലെ കണ്ടോ ഇതിൽ ദമ്മിടുമ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ ശരിയാക്കി വെച്ചിട്ടില്ലേ അത് ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇടണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പൈനാപ്പിൾ കടിക്കാനും പിന്നെ നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പും അങ്ങനെ തട്ട് പോലെ നമുക്ക് ഇത് ലെയർ ചെയ്തിട്ട് വന്നിട്ട് ലാസ്റ്റ് കാണാം കേട്ടോ. ലാസ്റ്റ് തട്ടും നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമർത്താതിരിക്കുക. അപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക ലാസ്റ്റത്തെ പൈനാപ്പിളും നമുക്കിതിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വറുത്ത് വെച്ചതും കൂടി നമുക്കിങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് ഞാനതൊക്കെ എല്ലാം സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മുടെ എന്താ പറയുക മൂടി കൊണ്ട് അടച്ച് വെച്ച് കനുള്ള ഇത് നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റോളം ഹൈ ഇതിലിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്കിത്
അവിടെ ഇരിക്കട്ടെ. ബിരിയാണി കണ്ടോ ആയിട്ടുണ്ട് കണ്ടോ, കണ്ടോ കറക്റ്റ് ഉണ്ടോ, കണ്ടോ നമ്മുടെ റൈസ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായിന്ന് നമുക്ക് നോക്കാം കേട്ടോ. ചിക്കൻ നോക്കി നോക്കാം നമുക്ക്. നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കണ്ടോ നല്ല ബിരിയാണിക്ക് പറ്റിയ കണ്ടോ കണ്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കേട്ടോ ഞാൻ ചെറിയ പീസായിട്ട് ഇതാക്കി വെക്കണം. സൈഡിലേക്ക് തന്നെ നമുക്ക് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ഗ്രേവി. നമുക്ക് നമ്മുടെ സർലസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. സർലസ് ഞാൻ അതിനോടൊപ്പം തന്നെ ഞാൻ റെഡിയാക്കി. നമുക്ക് സർലസും പിന്നെ വേണമെങ്കിൽ നമുക്ക് പപ്പടമാണ് സാധാ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ തൽക്കാലം പപ്പടത്തിന് ബിരിയാണി ഇവിടെ എല്ലാവരും പൈനാപ്പിൾ. അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി. നമുക്ക് കഴിച്ചു നോക്കാം. ഇത് കൂടി മിക്സ് ചെയ്ത് സർലസും ആദ്യം നിങ്ങൾക്ക് തരാം കേട്ടോ. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ശരിക്കും കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ചിക്കൻ വറുത്ത് വെച്ചാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ വറുക്കാതിരിക്കാം. അപ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് വൈബ് വറുത്ത് നോക്കാം കേട്ടോ. ആടാ വൈബ് രസമുണ്ടെങ്കിൽ രസമുണ്ടെന്ന് പറഞ്ഞോളോ. ഒന്ന് ചിക്കൻ്റെ പീസ് എന്നാ ചൂടാ. വറക്കുണ്ട് വൈബോ. ചൂട്. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബായ്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ബായ്. അടുത്ത വീഡിയോ കാണാം.